തിരുവല്ല ചെങ്ങന്നൂർ അപ്പർ കുട്ടനാട് മേഖലയിൽ മഴക്കെടുതി രൂക്ഷം. MC റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങിയെങ്കിലും ഉൾപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് 5 ദിവസമായി തുടരുകയാണ്. രോഗബാധിതരടക്കം ദുരിതത്തിലാണ്. ഞങ്ങൾ ഇവിടെ വരെ പോയിട്ടുള്ളൂ, കുറച്ച് പോയിട്ടുള്ളൂ. വെള്ളം കൂടി വരുന്നുണ്ട്. അരയറ്റം വെള്ളമുണ്ട്. കട്ടിലൊക്കെ കട്ട വെച്ച് കിടത്തി വെച്ചിരിക്കുക. എന്നിട്ട് അതിലിരിക്കുക. അല്ല എങ്ങോട്ട് പോകാൻ ഈ പ്രദേശത്ത് എവിടാ? എങ്ങനെ ഉറങ്ങും? അത് ഉറങ്ങാൻ കുത്തിയിരിക്കും. നേരം വിളക്കുന്നവരെ കുത്തിയിരിക്കും. എന്നിട്ട് നേരം വിളക്കുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുക. വളർത്തുമൃഗങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ട്, വളർത്തുമൃഗമുണ്ട്. 2 പോത്തുണ്ട്, 2-3 ആടുണ്ട്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയതാ രാത്രിയില്. വീട്ടിലെല്ലാം വെള്ളവാ. വള്ളത്തെ വേണം ഇനി അങ്ങോട്ട് പോകാൻ. അവിടെ വിവരങ്ങളുമായി കണ്ണൻ നായർ അവിടെ നിന്നും ചേരുന്നുണ്ട്. കണ്ണൻ നായർ, വിവിധ മേഖലകൾ എനിക്ക് തോന്നുന്നു ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഈ വളർത്തുമൃഗങ്ങളടക്കമുള്ളവയെ സംരക്ഷിച്ച് രാത്രിയിലും ഉണർന്നിരിക്കേണ്ട ഗതികേടിലാണ് അവിടുത്തുകാരെന്ന് തോന്നുന്നു. നിലവിൽ എന്താണ് അവസ്ഥ? നമുക്ക് കഴിഞ്ഞ സമയത്ത് 7 മണിയുടെ ലൈവിൽ നമ്മളോട് സംസാരിച്ച വ്യക്തിയാണ് തമ്പിച്ചേട്ടൻ. അദ്ദേഹം പാലൊക്കെ വാങ്ങിച്ച് തിരിച്ച് നേരെ നീന്തി പോവുകയാണ്. നീന്തി എന്ന് തന്നെ പറയേണ്ടി വരും. നീന്തി അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ തൊട്ട് സമീപത്ത് തന്നെയാണ് പാലിൻ്റെ കടയുള്ളത്. അവിടേക്ക് പോയി തിരികെ വരുന്നൊരു അവസ്ഥയാണ്. ഇത് തന്നെയാണ്, മണിക്കൂറുകൾ നീന്തിയാലാണ് ഏതെങ്കിലും ആവശ്യത്തിലേക്ക് പോകാൻ സാധിക്കുക. എങ്ങോട്ടാ ഏട്ടാ? പാലെടുക്കാൻ പോയി. എവിടെ വീട്? എവിടെ വീട്? കണ്ടിത് അപ്പുറത്ത്. എന്താ അവിടത്തേക്ക് അവസ്ഥയൊക്കെ? അരയറ്റം വെള്ളമുണ്ട് അവിടെ. ആ മുണ്ടിൽ അറിയാൻ സാധിക്കും. അത്രയും കുറഞ്ഞിട്ടില്ല. 18-ലെന്ന് പറയുമ്പോൾ ഒരു അരയടി വെള്ളം കുറവുണ്ടെന്നുള്ളേ ഉള്ളൂ. പക്ഷെ 18-ൽ 2 ദിവസം കൊണ്ട് വെള്ളം ഒഴിഞ്ഞു. ഇവിടെ ഒഴിയുന്നില്ല. 3 ദിവസമായിട്ട് ഒരു 4-5 വെള്ളം കുറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. 3 ദിവസമായിട്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ കയറിയില്ല. വീട്ടിലെ സ്റ്റെപ്പ് വരെ വന്നു. ഒന്നാമത്തെ സിറ്റൗട്ടിലോട്ട് കയറുന്നതിന് ഒരു പടിയോടെ കയറുന്ന സിറ്റൗട്ടിൽ കയറിയതിനെ ഇറങ്ങി തുടങ്ങിയോ? ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇന്നലെ തൊട്ട് ഒരു 3 ഇഞ്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അത്രേ കുറഞ്ഞിട്ടുള്ളൂ 3 ദിവസമായിട്ട്. ഉൾപ്രദേശത്ത് പോയിട്ട് എന്താ അവസ്ഥ? ഉൾപ്രദേശത്തോട്ട് പോകാനൊക്കെ ഓ ഈ 6 വെള്ളം കുറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ പരമാവധി. 5 ദിവസമായിട്ട് വെള്ളം കുറഞ്ഞത് പരമാവധി 6 എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ആ പ്രദേശത്ത് പോയിട്ട് തിരികെ വന്ന വ്യക്തിയാണ്, പാല് നൽകാൻ വേണ്ടി പോയിട്ട് തിരികെ വന്ന വ്യക്തിയാണ്. ആ സ്ഥലത്ത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡിൻ്റെ ഇരുവശവും, ഈ വലിയ ദൂരമല്ല, ഇരുവശങ്ങളിലും വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. കാര്യം അമ്പലപ്പുഴ തിരുവല്ല റോഡ് നല്ല രീതിയിൽ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമീപത്തെ വീടുകളൊക്കെ തന്നെ താഴ്ന്നു. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള വെള്ളം ഈ വീടുകളിലേക്ക് കയറുന്നത്. പല ആൾക്കാരും 2ാം നിലയിലേക്ക് തന്നെ കയറി അവിടെ ഈ സുരക്ഷിതമായി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ 2ാം നിലയിൽ കയറി ഇരിക്കാൻ സാധിക്കാത്ത ആൾക്കാർ മറ്റുള്ള ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. തൊട്ട് സമീപത്ത് ഏതാണ്ട് ഒരു 10-20 മീറ്റർ മാത്രം അകലെയാണ് പമ്പയാറ് കടന്നു പോകുന്നത്. പമ്പയാറ്റിൽ നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ചാണ് ഈ റോഡിലേക്ക് വരുന്നത്. അതാണ് ഇവിടുത്തെ ഈ വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാരണം. ഈ വെള്ളം ഒഴുകി നേരെ പോകുന്ന താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് തങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഒഴുകി മാറുന്നില്ല. നമ്മൾ ഈ പരിസ്ഥിതി വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ കടലിൽ വലിയ രീതി ഹൈറ്റൈഡാണ്. അതായത് 1.8 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയുണ്ട്. ഇവിടെ നിന്ന് ഒഴുകി ചെല്ലുന്ന വെള്ളത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 70 സെൻറ്റിമീറ്റർ വരെയാണ് ഉയരമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിരമാലയായതുകൊണ്ട് തന്നെ കടലിലേക്ക് വെള്ളം ഒഴുകി എത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ആറന്മുളയിൽ നിന്നായാലും റാന്നിയിൽ നിന്നായാലും കോഴഞ്ചേരിയിൽ നിന്നായാലും ഒക്കെ തന്നെ വെള്ളം ഒഴുകി വന്ന് തങ്ങി നിൽക്കുന്ന പ്രദേശം കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയാണ്. അപ്പർ കുട്ടനാട് മേഖലയിൽ നിന്നും കുട്ടനാട് മേഖലയിൽ നിന്നും തോട്ടപ്പള്ളി, തണ്ണീർമുക്കം, അന്ധകാരനഴി തുടങ്ങിയ സ്പിൽവേകൾ തുറന്നിട്ടേക്കാണ്. അതുവഴിയാണ് വെള്ളം കടന്നു പോകേണ്ടത്. പക്ഷേ അങ്ങനെ പോകാൻ സാധിക്കാത്ത അവസ്ഥ. കാര്യം കടൽ പ്രക്ഷുബ്ധമായി നിൽക്കുന്നു. കടലിൽ വലിയ രീതി 1.8 മീറ്റർ വരെ ഉയരത്തിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പരിസ്ഥിതി വിദഗ്ധർക്ക് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളം കടലിലേക്ക് പോകാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് മാറിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ പ്രളയത്തിൻ്റെ ഒരു വ്യാപ്തി കുറയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതുതന്നെയാണ് ഏറ്റവും ഇവിടെ ഈ അപ്പർ കുട്ടനാട് മേഖലയിലായാലും കുട്ടനാട് മേഖലയിൽ എടത്തുവ, മങ്കമ്പ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന അപ്പർ കുട്ടനാട് മേഖലയാണ്. അപ്പർ കുട്ടനാട് മേഖലയിലെ അവസ്ഥ, റോഡിലെ അവസ്ഥ ഇതാണ്. ഉൾപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം കയറി ജനങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതി. ഒരു പ്രളയം പെയ്ത്ത് എന്ന് തന്നെ പറയേണ്ടി വരും.